വർഷങ്ങളോളം നീണ്ട രാഷ്ട്രീയ സ്തംഭനത്തിനും പ്രസിഡൻഷ്യൽ ശൂന്യതയ്ക്കും വിരാമമിട്ട് ലബനൻ പാർലമെന്റ് ജോസഫ് ഔണിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 2 റൗണ്ട് വോട്ടെടുപ്പിന് ശേഷമാണ് കരസേനാ മേധാവി ജോസഫ് ഔണിനെ തെരഞ്ഞെടുത്തത്. US പിന്തുണയുള്ള സൈനിക മേധാവിയാണ് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാകുന്നത്. ഏറെ നാളത്തെ രാഷ്ട്രീയ സ്തംഭനത്തിനൊടുവിലാണ് US സൈനിക മേധാവിയായിരുന്ന ജോസഫ് ഔണിനെ ലബനന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 2 റൗണ്ട് വോട്ടെടുപ്പ് നടന്നതിനു ശേഷമാണ് കരസേനാ മേധാവി ജോസഫ് ഔൺ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഔണിന് പിന്തുണ നൽകുന്നതിന് സൗദി അറേബ്യയും അമേരിക്കയും നടത്തിയ ശക്തമായ ശ്രമങ്ങൾക്ക് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ്. സൈനിക വേഷം ഒഴിവാക്കി സിവിലിയൻ വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പാർലമെന്റിലെത്തിയത്. രാജ്യത്തെ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഔൺ പറഞ്ഞു. ഭരണകൂടത്തിന്റെ ഉത്തരവിന് കീഴിൽ ആയുധങ്ങൾ കുത്തകയാക്കുമെന്ന അപൂർവ വാഗ്ദാനവും ഔൺ നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.